നമസ്കാരം. പാകിസ്ഥാനെതിരെ ഇന്ത്യയുടെ സൈനിക നടപടി ആസന്നമായിരിക്കുന്ന ഒരു സമയത്താണ് നമ്മളിപ്പോഴുള്ളത്. എന്തായാലും പാകിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങൾ ഇന്ത്യയുടെ സൈനിക നടപടി പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്ന് അതിരാവിലെ തന്നെ പാകിസ്ഥാൻ്റെ ഒരു മന്ത്രി പറഞ്ഞത് അടുത്ത 24 മണിക്കൂർ അല്ലെങ്കിൽ 24 മുതൽ 36 മണിക്കൂറിനുള്ളിൽ ഇന്ത്യ പാകിസ്ഥാനെ സൈനികമായി ആക്രമിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ഇതിനെതിരെ ഐക്യരാഷ്ട്രസഭയോടും മറ്റ് രാജ്യങ്ങളോടുമൊക്കെ നിലപാടെടുക്കാൻ പാകിസ്ഥാൻ അഭ്യർത്ഥിക്കുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇന്ത്യയുടെ ആ ഒരു ആക്രമണ ഭീഷണി നിലനിൽക്കുമ്പോൾ പാകിസ്ഥാൻ അത്രമാത്രം ആത്മവിശ്വാസമില്ലാത്ത ഒരു രാജ്യമായി മാറിയിരിക്കുന്നു എന്നുള്ളതിന് നിരവധി തെളിവുകൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിലായി അതിർത്തിയിൽ നിന്നും പാകിസ്ഥാൻ ഭടന്മാർ ഒഴിഞ്ഞുപോകുന്നു എന്ന വാർത്ത പുറത്തു വരുന്നുണ്ട്. എന്തായാലും പാകിസ്ഥാൻ്റെ അന്താരാഷ്ട്ര അതിർത്തി, ഇന്ത്യയുമായിട്ടുള്ള അന്താരാഷ്ട്ര അതിർത്തിയിലെ പോസ്റ്റുകളിൽ, സൈനിക പോസ്റ്റുകളിൽ പാകിസ്ഥാൻ റേഞ്ചർമാർ ഉണ്ടായിരുന്നു. ഈ പോസ്റ്റുകളാണ് ഇപ്പോൾ കാലിയായിരിക്കുന്നത്. അവിടെ ഉണ്ടാകേണ്ട സുരക്ഷാ ഉദ്യോഗസ്ഥർ അവിടെ വിട്ടു പോയിരിക്കുന്നുവെന്ന് മാത്രമല്ല, പാകിസ്ഥാൻ്റെ പതാക പോലും ബങ്കറുകളിൽ നിന്നും അല്ലെങ്കിൽ ഈ പോസ്റ്റുകളിൽ നിന്നും നീക്കം ചെയ്തിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. ഇത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ എന്ത് കാരണം കൊണ്ടാണ് ഇങ്ങനെ പാകിസ്ഥാൻ റേഞ്ചർമാർ അവിടെ നിന്നും ഒഴിഞ്ഞു പോകുന്നത് എന്നത് അറിവായിട്ടില്ല. ഇന്ത്യയുടെ ആക്രമണം ഭയന്നാണ് ഇത്തരത്തിലൊരു പിന്മാറ്റം എന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. മറ്റേതെങ്കിലും തന്ത്രം, ഇന്ത്യയുടെ ആക്രമണത്തെ പ്രതിരോധിക്കാനുള്ള മറ്റേതെങ്കിലും തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണോ സൈനികർ ഇത്തരത്തിൽ ഉൾവലിയുന്നത് എന്നും വ്യക്തമല്ല. പാകിസ്ഥാൻ്റെ പതാക അടക്കമുള്ള വസ്തുവകകൾ അവിടെ നിന്ന് എടുത്തു മാറ്റുന്നു എന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതിർത്തിയിൽ അതിശക്തമായി തന്നെ ഇന്ത്യൻ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ നിലയുറപ്പിക്കേണ്ട പാക് സൈന്യം ഇതാ പിൻവാങ്ങുന്നു എന്ന വാർത്ത തീർച്ചയായും എല്ലാവരെയും ഞെട്ടിക്കുന്നുണ്ട്. മാത്രമല്ല, പാകിസ്ഥാൻ കരസേനാ മേധാവിയെ കാണാനില്ല എന്ന വാർത്ത നേരത്തെ തന്നെ, അതായത് 2 ദിവസം മുന്നേ തന്നെ പുറത്തു വന്നിരുന്നു. ഇതിനൊന്നും വ്യക്തമായ മറുപടി പാകിസ്ഥാൻ നൽകിയിരുന്നില്ല. പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് മാത്രമാണ് ഇതിന് മറുപടിയായി വന്നത്. അതായത് ഏപ്രിൽ മാസം 26-ാം തീയതി അബോട്ടാബാദിലെ ഒരു ഫംഗ്ഷനിൽ, ഒരു സമ്മേളനത്തിൽ ഈ പറയുന്ന കരസേനാ മേധാവിയും പ്രധാനമന്ത്രിയും അടക്കമുള്ളവർ ഇരിക്കുന്ന ഒരു ഗ്രൂപ്പ് ഫോട്ടോ മാത്രമാണ് ആ സോഷ്യൽ മീഡിയ പോസ്റ്റിലുള്ളത്. അതിനപ്പുറം ഒരു മറുപടി ഇതുവരെ പാകിസ്ഥാൻ നൽകിയിട്ടില്ല. പാകിസ്ഥാൻ സേനാ മേധാവി, കരസേനാ മേധാവിയുടേതുൾപ്പെടെയുള്ള പാകിസ്ഥാൻ്റെ ഉന്നത പട്ടാള ഉദ്യോഗസ്ഥരുടെ കുടുംബാംഗങ്ങളെല്ലാം വിദേശത്തേക്ക് ചാർട്ടേഡ് ഫ്ലൈറ്റുകളിൽ, സ്വകാര്യ വിമാനങ്ങളിൽ പറക്കുകയാണ് എന്ന വിവരം നേരത്തെ വന്നിരുന്നു. അതുമാത്രമല്ല, മന്ത്രിമാരുടെ കുടുംബാംഗങ്ങൾ പോലും നേരത്തെ സിന്ധു നദീതടത്തിൽ ഈ വെള്ളം തടഞ്ഞു വെച്ചാൽ ആ നദിക്ക് പകരം, വെള്ളത്തിന് പകരം രക്തപ്പുഴ ഒഴുകും എന്നൊക്കെ പറഞ്ഞിരുന്ന, ഭീഷണിപ്പെടുത്തിയിരുന്ന ഒരു വ്യക്തിയുണ്ട്. അത് പാകിസ്ഥാൻ്റെ മന്ത്രി ബിലാവൽ ഭൂട്ടോയാണ്. ബിലാവൽ ഭൂട്ടോയുടെ കുടുംബമടക്കം ഇപ്പോൾ കാനഡയിലേക്ക് മാറിക്കഴിഞ്ഞു. ആണവായുധം പ്രയോഗിക്കും, രക്തപ്പുഴ ഒഴുക്കും, ഇന്ത്യക്ക് ശക്തമായ തിരിച്ചടി നൽകും എന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിലും പാകിസ്ഥാന് ഇന്ത്യൻ ആക്രമണത്തെ പ്രതിരോധിക്കാനുള്ള ആത്മവിശ്വാസം തീരെയില്ല എന്ന ഒരു വികാരമാണ്, അല്ലെങ്കിൽ എന്ന ഒരു സൂചനയാണ് ഇത്തരം വാർത്തകളിൽ നിന്നൊക്കെ ലഭിക്കുന്നത്. പക്ഷേ ഇതൊന്നും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. ഇത്തരം വാർത്തകൾ ഇങ്ങനെ ചർച്ചയാകുന്നുവെന്ന് മാത്രമാണ് ചില സൂചനകൾ. അപ്പോൾ അതിർത്തിയിൽ ആളില്ലാത്ത പോസ്റ്റുകളുടെ ചിത്രങ്ങളും മറ്റുമൊക്കെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. മുഖ്യധാരാ മാധ്യമങ്ങളും ഈ വാർത്ത ഏറ്റെടുത്ത് പ്രചരിപ്പിക്കുന്നുമുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, പാകിസ്ഥാൻ തന്ത്രങ്ങളിൽ ചില പാളിച്ചകൾ പറ്റിയിരിക്കുന്നു. പാകിസ്ഥാനും ഇപ്പോൾ കടലിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്നാണ് മറ്റൊരു വിഭാഗം വിലയിരുത്തുന്നത്. 6ഓളം പടക്കപ്പലുകൾ കറാച്ചിയിൽ നിന്നും പുറപ്പെട്ടു കഴിഞ്ഞു എന്ന വാർത്ത വരുന്നുണ്ട്. അതായത് ഇന്ത്യൻ നാവികസേനയാണ് ഇതായി ആക്രമണം തുടങ്ങുന്നത്, ദൗത്യം അകലെയല്ല, ആക്രമണം ഉടനെയുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന ചില സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഇട്ടത്. അതുകൊണ്ട് തന്നെ ആക്രമണത്തിന് പ്രധാനമായും ഇന്ത്യ തിരഞ്ഞെടുക്കുക കടലിൽ നിന്നുള്ള ആക്രമണത്തിനാകുമെന്ന് പാകിസ്ഥാൻ വിലയിരുത്തുന്നുണ്ട്. ആ സൂചനകൾക്കനുസരിച്ച് പാകിസ്ഥാൻ പട്ടാളവും നീങ്ങുന്നു. പാകിസ്ഥാൻ്റെ സൈനിക തന്ത്രങ്ങളിൽ കടലാണ് മുഖ്യമെന്ന നില വരുന്നു. അതുകൊണ്ട് തന്നെ ബലൂചിസ്ഥാനിൽ നിന്നും മറ്റും സൈനികരെ നേരെ മറ്റ് ചില ഇന്ത്യൻ അതിർത്തികളിലേക്ക് അയക്കുന്നുവെന്ന സൂചനയുമുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാണ്, ഈ പാകിസ്ഥാൻ സേന അല്ലെങ്കിൽ പാകിസ്ഥാൻ ഭരണകൂടം, പാകിസ്ഥാൻ പട്ടാളം അത് ഇന്ത്യയുടെ ആക്രമണങ്ങളെ എങ്ങനെ പ്രതിരോധിക്കുമെന്നുള്ളത് സംബന്ധിച്ച കൃത്യമായ ഒരു വ്യക്തത അവർക്ക് വന്നിട്ടില്ല എന്ന് തന്നെയാണ് പല വിദഗ്ധരും അഭിപ്രായപ്പെടുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് സൈനിക പോസ്റ്റുകളിൽ നിന്നും സുരക്ഷാ ജീവനക്കാർ ഒഴിഞ്ഞു പോകുന്നത്, അവിടെ നിന്നും പതാക പോലും എടുത്തുമാറ്റി ഒഴിഞ്ഞു പോകുന്നത് എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. Partner EduBix Online Executive Education.
ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്, PRS ഹോസ്പിറ്റൽ കിള്ളിപ്പാലം തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.